വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിഷ്ണുവിന്റെ തലവേനയൊക്കെ കാരണം പാരസ്റ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടോ? ഞാൻ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് എടുത്തു വന്നപ്പോഴേക്ക് ഉച്ചയ്ക്ക് ശേഷമായി. പിന്നെ വിഷ്ണു വർക്ക് ചെയ്ത് കുറേയൊക്കെ താത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം പിന്നെ കുറച്ചൊരു ടഫായിട്ടുള്ള ദിവസമായിരുന്നു. UV എന്ത് വന്നാലും നിലത്ത് കിടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് എൻ്റെ ഈ മസിലൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നൊരു ടഫായിട്ടുള്ള ദിവസമായിരുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ തന്നെ പ്രയത്നത്തിന് ശേഷം ഞാൻ അവനൊന്ന് ഉറക്കി കിടത്തി ഞാൻ താഴെ വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിക്കുകയാണ്. അമ്മയും അച്ഛനും പോയിട്ട് ഏകദേശം ഒരു 5 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ പുതിയ ലൈഫ് സ്റ്റൈലിനോടും നമ്മുടെ ഈ ഒരു രീതികളോടും ഒക്കെ അഡാപ്റ്റ് ചെയ്ത് സെറ്റായി വരുന്നു. ശരിക്കും അമ്മയും അച്ഛനും പോയപ്പോഴാട്ടോ ആ ഒരു റിയൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഇവരെ നോക്കിയിട്ട് ഈശ്വര എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഡെപ്ത് എനിക്ക് മനസ്സിലായത് അമ്മയും അച്ഛനും പോയി കഴിഞ്ഞപ്പോഴായിരുന്നു. പക്ഷെ ഇമോഷണലി നമ്മൾ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു 2 ദിവസം. പക്ഷെ അതല്ലാതെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. കാരണം അമ്മയച്ഛനും പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ വിഷ്ണു? എങ്ങനെയുണ്ട് അല്ലേ? വിഷ്ണു തലവേദന പിടിച്ചിരിക്കുകയാണ്, പാരസ്റ്റമോളൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ന്യൂ പേരൻസ് ആയ എന്റെയും വിഷ്ണുവിന്റെയും സായാഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഫ്ലോറ് ചെറുതായി ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പൊ കുറച്ചേരം കൂടെ ഉറങ്ങിക്കോളും. ഇന്ന് നമുക്ക് UV എണീക്കുന്നതിന്റെ മുന്നേ ഈ ഒരു ഫ്ലോറിൽ കുറച്ചൊരു ഫോൾ സീസൺ വൈബ് കൊണ്ടുവരാട്ടോ. കുറച്ചധികം കാലമായി ഞാൻ ഫോൾ സീസൺ ഡെക്കോർസ് ഒക്കെ വാങ്ങിയിട്ട് ഗരാജിൽ ഭദ്രമായി എടുത്തു വെച്ചിട്ട് ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി കൊണ്ടുപോകുമായിരുന്നു. ആദ്യം അമ്മയും അച്ഛനും പോകുന്നതിന്റെ വിഷമായിരുന്നു, പിന്നെ അവർ പോകുന്നതായി, പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടുള്ള വിഷമായി, പിന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയായി. അപ്പൊ അതെല്ലാം വെച്ച് ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും മാറി 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 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീസൺ മാറിപ്പോകും, പിന്നെ ക്രിസ്മസ് ആവും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇന്ന് നമുക്ക് UV എണീക്കുന്നതിന് മുന്നേ ഈ ഒരു ഫ്ലോറിൽ കുറച്ച് മേപ്പിൾ ലീവ്സും എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് ചെറുതായിട്ട് ലുക്കൊന്ന് മാറ്റാട്ടോ. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മുടെ ഗരാജിന്റെ മാനേജർ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതായത് വിഷ്ണു ആയിരുന്നു നമ്മുടെ ഗരാജ് നോക്കുന്നുണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ പുവർ പെർഫോമൻസ് കാരണം ഞാൻ ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് ഞാൻ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ട കച്ചറ മുഴുവൻ ഇട്ടിരിക്കുന്നത്. കച്ചറയല്ല, ഇത് ഗരാജിലോട്ട് വെക്കേണ്ട സംഗതികളാണ്. പക്ഷെ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് വിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഭയങ്കര ഒരു മടി വരും. ഇപ്പൊ വിഷ്ണുവിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് വെച്ച് 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 ഈ ഒരു ഏരിയ ഫുൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് കൊണ്ടുവച്ച് നമ്മുടെ ഫോൾ സീസൺ ഡെക്കോസ് എടുത്ത് ഇങ്ങോട്ട് വരാം. ഓക്കെ. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഗരാജായിരുന്നേ. അമ്മ പറയുന്നു തിരിച്ചു പോയിട്ട് വളാഞ്ചേരി വീട്ടിൻ്റെ ബാക്കിൽ ഒരു ഗരാജ് ഉണ്ടാക്കണമെന്ന്. ഈ ഗരാജ് ഉണ്ടായാൽ ഒരു മെയിൻ ഗുണം എന്താണെന്നറിയോ? എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സ്റ്റോറേജ് വേണമെന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കാലം മുന്നോട്ട് പോകുന്തോറും നമ്മൾ വാങ്ങിയതും നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലെടുത്ത് വെക്കാനുണ്ടാവും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് ഒന്നും നമുക്ക് തികയാത്ത പോലെ തോന്നും. അപ്പോൾ പുറത്ത് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം വൃത്തിക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ കുറേ കാലം വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ബോക്സസും ഉള്ളിൽ കുറേ വേസ്റ്റും അങ്ങനെയൊക്കെയായിരുന്നു. കഴിഞ്ഞ തവണ അച്ഛൻ വന്നപ്പോഴാണ് ഞാനും അച്ഛനും വിഷ്ണുവും കൂടെ വൃത്തിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത്. ഫോൾ സീസൺ ഡെക്കോറൊക്കെ ഞാനിപ്പോൾ 2 കൊല്ലമായിട്ടോ ചെയ്തു തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ബോക്സിലുള്ളത് കഴിഞ്ഞ കൊല്ലും അതേപോലെ ഈ കൊല്ലും വാങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന പോലെ നമുക്ക് ഫ്ലവർ വാസിലിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇത് പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഈ കൊല്ലം വാങ്ങിയതാണ് ഒരു 2-3 ആഴ്ച മുന്നേ. പിന്നെ ഇതേ കാൻഡിൽസ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ഷോ പീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഓരോ തവണയും നമ്മൾ വീട്ടിനകത്ത് വെച്ച് പിന്നെ തിരിച്ച് പെട്ടിയിലാക്കി വെക്കില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയം കേട്ടോ. കാരണം എത്ര നീറ്റായിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും അടുത്ത തവണ നമ്മൾ എടുക്കുമ്പോൾ എത്ര ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പം അധികം സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പേപ്പറിലൊക്കെ റാപ്പ് ചെയ്ത് വൃത്തിക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോഴും നമുക്ക് അതേ സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. എന്തെവിടെ വെക്കാനുള്ളതൊന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കൊപ്പം നോക്കി അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കി ഭംഗി തോന്നുന്ന സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഡിസൈഡ് ചെയ്യാം എന്തെവിടെ വെക്കണം എന്നുള്ളത്. വീടിൻ്റെ അകത്ത് സീസൺ അനുസരിച്ച് ഡെക്കോസ് മാറ്റുക, അതേപോലെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ അധികം ഇങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യം കേട്ടോ. ഇതിലങ്ങനെ ഗീതുവിനോ അൻഷിഫയ്ക്കോ ദീപ ചേച്ചിക്കോ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർക്ക് വേറെ കാര്യങ്ങളിലായിരിക്കും താല്പര്യം, ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ ഇഷ്ടം. പക്ഷെ പിന്നെ റോസ് വന്നു കഴിഞ്ഞപ്പോൾ റോസിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടമാണെന്ന് മാത്രമല്ല ഒരു മിനിമം കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഏരിയ എങ്ങനെ ബെറ്റർ ആയിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളത് റോസിന് നന്നായിട്ട് അറിയാം കേട്ടോ. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഷോപ്പിങ്ങിൽ കുറേ പൈസ ചിലവാക്കി, എന്നാൽ അത്രയൊന്നും ഞാൻ വിചാരിച്ച പോലത്തെ ചേഞ്ച് ഒന്നും ചിലപ്പോൾ വരണമെന്നില്ല. പക്ഷെ റോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ എഫക്റ്റീവായിട്ട് അത് ചെയ്യും. അപ്പോൾ റോസിൻ്റേത് ഞാൻ കണ്ടു പഠിക്കാൻ ശ്രമിക്കാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അത്. കണ്ടുപഠിച്ചാണോ എന്നറിയില്ല, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു പില്ലോൻ്റെ കവേഴ്സൊക്കെ കണ്ടോ, നമ്മൾ പറഞ്ഞിട്ട് പോലുമില്ല ഇതാണ് വാങ്ങിക്കുന്നതെന്ന്. വാങ്ങി വന്നപ്പോൾ മെജോറിറ്റി ഓഫ് പില്ലോ കവേഴ്സും ഡെക്കോർസും ഒക്കെ നമ്മൾ രണ്ടുപേരും വാങ്ങിയത് ഒന്നായിട്ടോ. മൊത്തത്തിൽ ചെയ്ത് വന്നപ്പോൾ വലിയൊരു മാറ്റം വന്നോന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര എഫക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല. ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നി. ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്രിസ്മസ് ഡെക്കോർസ് ചെയ്യണം. എന്ത് വ്യത്യാസമെന്നറിയോ വീട്ടിൽ. ഒന്നാമത് ആ റെഡും വൈറ്റും കോമ്പിനേഷൻ എല്ലാം കൂടെ വന്നു കഴിഞ്ഞ് ഈ ഒരു ഫ്ലോറ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എടുത്തു മാറ്റുന്നത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വായിച്ചിരുന്ന ബുക്കാട്ടോ. ഇനി അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. തൽക്കാലം നമുക്കത് പോയി എടുത്തു വെക്കാം. മറ്റ് 2 ബുക്കും ഡെക്കോർസായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പേജസ് ഒന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഈ ചെടി ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ വാസും പിന്നെ ഒപ്പം ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി കിച്ചൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഡെക്കോർസിനെ നമുക്കൊന്ന് മാറ്റാം കേട്ടോ. കുഞ്ഞാപ്പം അവിടെ തന്നെ ഇരിക്കട്ടെ, പുള്ളിയുടെ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. ബാക്കിയെല്ലാം മാറ്റി നമുക്കത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ ഇങ്ങനെ വെച്ചു എന്നുണ്ടെങ്കിലും അവസാനം ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കുറച്ചും കൂടെ എൻ്റേതായിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി ഈ ടേബിളിൽ നമുക്ക് ഈ വലിയ ട്രേ ഒന്ന് എടുത്ത് മാറ്റാം. ഈ വീട്ടിൽ വന്ന കാലം തൊട്ട് ഈ ടേബിൾ വാങ്ങിയ കാലം തൊട്ടുള്ളതാണ് ഈ ഒരു ട്രേ. അത് മാറ്റി സിമ്പിളായി നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ എടുത്ത് മാറ്റിയ ഡെക്കോർസ് ആണ് കേട്ടോ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത്. ഇത് ഫോൾ സീസൺ ആണോ അതോ ക്രിസ്മസിലാണോ അതോ സമ്മറിലാണോ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ സീസണും പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഡെക്കോർസാണ്. ഇതും ഇങ്ങനെ വൃത്തിക്ക് എടുത്ത് വെച്ചില്ലെങ്കിലേ പിന്നെ എവിടെയാണെന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് വൃത്തിക്ക് ഈ ഒരു പെട്ടിയിൽ ഇരിക്കട്ടെ. കഴിഞ്ഞു നല്ല ഉറക്കം? അങ്ങനെയുണ്ട്? ഉറക്കല്ല, ഈ ഫ്ലോർ കേട്ടിരുന്നു. യാ നല്ലല്ലേ? നോക്കൂ, എല്ലാം ഒന്ന് ഡീപ്പായി വീക്ഷിക്കൂ. തൻ്റെ ഈ നടത്തം കൃത്യമായിട്ട് ആരുഷനുണ്ട്. ഇപ്പം നടക്കുന്ന പോലത്തെ നടത്താം, സെയിം. പെട്ടെന്ന് എനിക്ക് ആരുഷ് നടക്കുന്ന പോലെ തോന്നി. ചെയ്തു തുടങ്ങിയപ്പോഴും പകുതിയായപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞപ്പോൾ തിരക്കേടില്ല കേട്ടോ. പക്ഷെ എന്നാലും അടുത്ത കൊല്ലം നമുക്കൊന്നും കൂടെ ഉഷാറാക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലോറിലെ നമ്മുടെ ഫോൾ സീസൺ ഡെക്കറേഷൻ പരിപാടി ഏകദേശം തീർന്നു. വിഷ് യുവിനെ എണീപ്പിക്കണ്ടേ? ഇന്ന് ആദ്യമായിട്ട് ഇപ്പോഴാണ് കിടന്നുറങ്ങുന്നല്ലേ? മറ്റേ ഓട്ടക്കണക്കിട്ട് നോക്കിയായിരുന്നു ഞങ്ങൾ എവിടെയെങ്കിലും പോകുമോ എന്നുള്ളത്. ഒരു സംശയമായിരുന്നു രാവിലെ തൊട്ടിട്ട്. ഇപ്പോഴാണ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് റൗണ്ട് നടന്നിട്ട് വരാം. ഓക്കെ, ഈ സ്ട്രീറ്റിൽ റൗണ്ട് നടന്നിട്ട് വരാം. ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം നേരത്തെ ഇരുട്ടാവും. അയ്യോ, ഗരാജിക്കൊക്കെ ഉണ്ടാക്കിയുള്ള സാധനങ്ങൾ അതുവരെ എത്തിയിട്ടുള്ളൂ. ഇത് അങ്ങോട്ട് എത്തിയത് നല്ലൊരു പണിയാണ്, ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇപ്പം നേരത്തെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സമയം എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. എന്നാലും നമുക്ക് റൗണ്ട് പെട്ടെന്ന് നടന്നിട്ട് വരാം. നമ്മുടെ മെന്റൽ ഹെൽത്തിന് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പോയിട്ട് വരാട്ടോ വിഷ്ണു. ആ എണീറ്റ് തന്നെ വിളിച്ചോ ട്ടോ ട്ടോ. ഒരു ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള വെതറൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു തണുപ്പേ ഉള്ളൂ. നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അധികം ദൂരം നടക്കുന്നില്ല. ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഈ ഒരു സ്ട്രീറ്റിൽ റൗണ്ട് നടന്നിട്ട് വരാം. ഒരു ബ്രിസ്ക് വാക്ക്. ഇത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനല്ല കേട്ടോ, ഇത് മെൻ്റൽ ഹെൽത്തിനാണ്. കാരണം ഇപ്പം നമ്മൾ മുന്നേ പുറത്ത് പോയിരുന്ന അത്ര നമുക്കിപ്പോൾ പുറത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ. കൂടുതൽ നമ്മൾ വീട്ടിൽ തന്നെയാണ്. അവൻ്റെ കാര്യങ്ങളും റുട്ടീനും ഒക്കെ ആയിട്ടൊന്ന് സെറ്റായി വരുന്ന വരെയെങ്കിലും അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മെൻ്റലി ക്ലോഗ്ഡ് ആയതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വിഷ്ണു ജിമ്മിൽ പോവുക, കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഡെയിലി ഒരു 5-10 മിനിറ്റെങ്കിലും നടക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മയും അച്ഛനും പോയിട്ട് നമ്മൾ വിചാരിച്ച അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മെയിൻ റീസൺ നമ്മൾ നല്ല പ്ലാൻഡ് ആയിരുന്നു. കാരണം അമ്മയും അച്ഛനും പോകുന്നതിൻ്റെ ഏകദേശം ഒരു 4-5 ദിവസം മുന്നേ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. പിന്നെ രാത്രിത്തെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ തന്നെയായിരുന്നല്ലോ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷെ മെൻ്റലി ഇമോഷണലി കുറച്ച് ഡൗൺ ആയിരുന്നു 2 ദിവസം. ഇപ്പം അതും മാറി. എപ്പോഴും ഒരു മാറ്റം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അത് കഴിഞ്ഞ് മെല്ലെ നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കുമ്പോൾ മുന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഫെയ്ഡായിട്ട് വരും. എൻ്റെ കഴുത്ത് കണ്ടോ? ഇതൊക്കെ യുവാഞ്ചിയുടെ മാന്തലാണ്.
നഖം മുറിക്കാൻ വേണ്ടി കൈ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മാകെ കച്ചറയേക്കും, നഖം മുറിക്കാൻ സമ്മതിക്കുകയില്ല. അതിൻ്റെ കലാപരിപാടികൾ എൻ്റെ കഴുത്തിലാണ്. ഓപ്പോസിറ്റ് സ്ട്രീറ്റിൽ കുറേ മരങ്ങൾ ഒരുമിച്ച് കളറ് മാറുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. എന്തായാലും ഇന്ന് നമ്മൾ ഫോൾ സീസൺ ഡെക്കറേഷനൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ കുറച്ച് മരങ്ങളുടെ കളർ മാറിയതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ വരാം. കഴിഞ്ഞ ഒരു 4-5 ദിവസം ഞാനും വിഷ്ണു മാത്രം യുബീനെ ഡീൽ ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, പ്ലാനിങ്ങിലും പ്രയോറിറ്റൈസിങ്ങിലുമാണ് ഗെയിം ഇരിക്കുന്നത്. നമുക്ക് വ്യക്തമായൊരു പ്ലാൻ വേണം. ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോണേ, അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റി, നമുക്ക് ഇന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നാളെ ചെയ്യുക. അങ്ങനത്തെ ഒരു വ്യക്തമായ പ്ലാനിങ്ങും പ്രയോറിറ്റൈസിങ്ങിലും ആട്ടോ നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ ത്രെഡ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനും വർക്കിംഗ് ആണ്, വിഷ്ണു വർക്കിംഗ് ആണ്. അപ്പോൾ വിഷ്ണുവിന് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് 9 to 5 വർക്കാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ സ്ട്രിക്റ്റ് 9 to 5 അല്ല. പക്ഷേ എന്നാലും ഈ കാണുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒപ്പം വേറെ കുറേ ബ്രാൻഡ്സിനായിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരായിട്ട് കോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർലി പ്രയോറിറ്റൈസ് ചെയ്യാലും ഒപ്പം പ്ലാൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ അധികം എൻ്റെ കോൾസൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ ഒരു 5 മണിക്ക് ശേഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു 5 മണിയാകുമ്പോഴേക്ക് ജോലിയെല്ലാം നിർത്തും. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് കാര്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചേഞ്ചൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ എടുക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ സ്ട്രിക്റ്റ് വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കും. ഈ വീക്ക് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആവണം. അങ്ങനെയൊക്കെ നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് പരിപാടി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വീക്ക്ലി ഒരു 2-3 ദിവസമെങ്കിലും അവനെ ഒരു സേഫ് ഹാൻഡ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിൽ പോയി വന്നാൽ അതിനുള്ളൊരു വഴിയും കൂടെ കാണണം. ഉണ്ടോ ഈ മരത്തിലെ ഇലകൾ ഫുൾ പൊയ്ക്കുന്നു കേട്ടോ. പക്ഷെ അതേ ആപ്പിൾ ഉണ്ട് ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ അവിടുത്തെ ആപ്പിൾ മാത്രം ഒട്ടും വലുതാവില്ല. ഇതും വലുതായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ആരോഗ്യം തോന്നുന്നുണ്ട്. നല്ല ഭംഗിയിൽ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. സമ്മറൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ദേ അവിടെയാണ് സൺസെറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ സ്കൈയും പിന്നെ ഈ വെള്ളവും ഈ വീടുകളും എല്ലാം കൂടെ നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ മഴക്കാറുള്ളതുകൊണ്ട് സൺസെറ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആര് വരുമ്പോഴും ഞാൻ അവരെയും കൊണ്ട് നടക്കാൻ വരുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും വരുമ്പോഴും ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അതായത് അൽക്കേനെ വിളിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മൊത്തം എനിക്ക് സ്റ്റക്കായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പറായി നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതാ ഞാൻ പറഞ്ഞ കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസിന് ഈ പ്ലാനിങ്ങിലും പ്രയോറിറ്റൈസിങ്ങിലുമാണ് ഈ ഗെയിം ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പം എനിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ സമയമുണ്ട്, പക്ഷേ എല്ലാ കാര്യം എല്ലാ ദിവസവും ചെയ്യാൻ സമയമില്ല. നമുക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ പ്രയോറിറ്റി ഉള്ള ദിവസങ്ങളിൽ ചെയ്യാൻ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ. ഞാൻ നേരത്തെ ഇവിടെ നടക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഞാൻ എൻ്റെ മൈൻഡിൽ നമ്മുടെ ഫ്ലോറ് ഇങ്ങനെ ഒരു ഫോൾ സീസണിലോട്ട് മാറ്റുമ്പോൾ ഒരു സ്റ്റോറിയും കൂടെ ഒപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ മോശം അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ടോ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ലൈഫിലുണ്ടായ ലാംഗ്വേജ് സ്ട്രഗിളിൻ്റെ ഒരു കഥ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മളെങ്ങനെയാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക, അതായത് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ലാംഗ്വേജ് എവിടെയാണെന്നൊക്കെ. എൻ്റെ ലാംഗ്വേജ് അങ്ങനെ ഒരു ബെസ്റ്റ് ലാംഗ്വേജ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ജീവിക്കാൻ വേണ്ടിയും ജോലി എടുക്കാൻ വേണ്ടിയും എന്താ പറയുക സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പാത്തിൽ എനിക്ക് കുറേ ഹ്യൂമിലിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് കുറേ ബുദ്ധിമുട്ട് പോലെയും, ട്രോമ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ട് പോലെയും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ഷെയർ ചെയ്തും കൊണ്ട് നമ്മുടെ ഫ്ലോറ് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് അത് ഞാൻ വേറൊരു ദിവസം ഇരുന്ന് നമുക്ക് വർത്താനം പറയാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറച്ച് നല്ല തമാശയുള്ള കഥകളും കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കഥകളും എല്ലാം കൂടെ ചേർത്ത് ആ ഒരു കാര്യം ഞാൻ പറയാം. പുറത്തിറങ്ങിയിട്ടേ എനിക്ക് അമ്മേനെ വിളിച്ച് കിട്ടിയിട്ടില്ല. അൽക്കേനെ വിളിച്ച് നോക്കി, അൽക്കയും ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് വർത്താനം പറഞ്ഞ് നടക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കുറേ വളവളവളവളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്ട്രീറ്റാണ് ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുടെ ഒക്കെ കളർ മാറുന്നുള്ളത്. പക്ഷെ ഇപ്പം മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും മുഴുവൻ കളർ മാറുന്നത്. ഇപ്പം കണ്ടോ ഈ ഒരു കളറൊക്കെ ആയിട്ടുള്ളൂ. ഞാനിവിടെ ഒന്ന് ഫോട്ടോ എടുക്കാറുണ്ട്.
ഫുൾ കളർ മാറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അവിടെ നിൽക്കാൻ. സ്ട്രീറ്റിൽ ആദ്യം ഇല കളയുന്ന മരമാണ് കേട്ടോ ഇത്. ബാക്കി എല്ലാ മരങ്ങളുടെയും കളർ ചേഞ്ച് ചെയ്യുമ്പോഴേക്ക് ഇവൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാ ഇലയും നിലത്തെത്തിയിട്ടുണ്ടായിരിക്കും. നമ്മളൊരു 1.25 കിലോമീറ്റർ നടന്ന് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും യു എണീറ്റിട്ടില്ലേ? വിഷ്ണു അവൻ എണീറ്റിട്ടില്ല? എണീറ്റോ? കടം നമ്മുടെ ഫ്ലോറിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ മാറിടാ. യുവി തുറച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പച്ച ഇലകൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ മറ്റേ കാർഷികശ്രീ അവാർഡ് കിട്ടാതെ ഇപ്പോൾ ഒരാളെ തോന്നണം. ഭയങ്കര പച്ചേനോടാണ് താല്പര്യം. ഈ ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് പിള്ളേർക്ക് ഈ പ്രായത്തിൽ നന്നായി കാണുമല്ലോ, അതായിരിക്കും. ഉവി ഉവാപ്പി ഏടാ ഇപ്പോഴാണ് അമ്മേനെ കണ്ടത്? ഇപ്പോഴാണ് അമ്മേനെ കണ്ടത്? എന്താണ് ഒടുങ്ങിപ്പോയോ? അടങ്ങിപ്പോയോ? എടുക്കണോ? എന്താണ് എന്താണ്? മുന്നേ അച്ഛനുണ്ടല്ലോ, ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കും സംസാരിക്കും ചെയ്യാറ്. ഞാൻ ഡെയിലി അമ്മേനെ വിളിക്കും. അച്ഛൻ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സംസാരിക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഡെയിലി അച്ഛൻ വിളിക്കും കേട്ടോ, വൈകുന്നേരം ഇവനെ കാണാൻ വേണ്ടിയിട്ട്. അമ്മയും അച്ഛനും വന്ന് പോയതിന് ശേഷം നമുക്ക് 2 പേർക്കും കിട്ടിയൊരു ശീലമാണ് വൈകുന്നേരം ഒരു 5 മണി 5:30 ആവുന്ന സമയത്ത് ഇരുന്നെന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ ചെറിയൊരു കാപ്പിയോ എന്തെങ്കിലും കുടിക്കുക എന്നുള്ളത്, ഒപ്പം 1-2 ബിസ്ക്കറ്റും കഴിക്കുക എന്നുള്ളത്. ഞങ്ങള് വിശന്ന് നമ്മുടെ കൺട്രോൾ പോവും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഇവനെ ഒന്ന് റെഡിയാക്കിയിട്ടേ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിന്ന് പ്രദുവിൻ്റെയും ഗീതുവിൻ്റെ എവിടെയാണ് സ്റ്റേ. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നത് നമ്മളിന്ന് പ്രദുവിൻ്റെയും ഗീതുവിൻ്റെ എവിടെയാണ് കേട്ടോ സ്റ്റേ. യു വി ഉണ്ടായതിനു ശേഷം നമ്മൾ അങ്ങനെ എവിടെയും പോയി സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ. അമ്മേനോടും അച്ഛനോടും നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എവിടെയെങ്കിലും പോവാം, ഇപ്പോൾ ബെൽജിയം എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാന്നൊക്കെ. പക്ഷെ ഇവൻ ഭയങ്കര ചെറുതായത് കാരണം അമ്മയ്ക്കും അച്ഛനും ഒരു ടെൻഷൻ ഇവനെയും കൊണ്ട് അങ്ങനെ പോയി സ്റ്റേ ചെയ്യാനൊക്കെ. പക്ഷേ നമുക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പ്രദുവിൻ്റെയും ഗീതുവിൻ്റെ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചു. ഇവിടെ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണല്ലോ ഇവനെയും കൊണ്ട് നിൽക്കുന്നത്. ഇവൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്താൽ കിട്ടുന്ന സ്ഥലത്ത്. അപ്പോൾ അതങ്ങനെ അല്ലാതെ ഇവനെയും കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പ്രദുവിൻ്റെയും ഗീതുവിൻ്റെ അവിടെ പോയി സ്റ്റേ ചെയ്യുന്നത്. അല്ല വിഷ്? ഇവന്റെ ഒന്ന് മാറ്റി ഇവനെ ഒന്ന് ഫ്രഷ് ആക്കട്ടെ. അവനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ ഇറങ്ങട്ടെ. എന്റെ ഇപ്പത്തെ ജിം പാർട്ണർ ആരാന്നറിയോ? ആരാ? ഞാൻ വിഷുവിന് ഒഴിവാക്കി. ഇപ്പൊ തന്നെ ജിം പാർട്ണർ പ്രദുവാണ്. അപ്പൊ ഞാനും പ്രദുവും കൂടെ രാത്രി ഇനി ജിമ്മിലൊക്കെ പോണം. എന്നിട്ട് വേണം ഇന്നത്തെ ഒരു ഈവനിങ് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ. ഹേയ്യോ, നമ്മൾ ഇവന്റെ ബാസ്നെറ്റ് ഊരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുമ്പോഴേ കുറച്ചൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാസ്നെറ്റ് നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാക്സി കോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെയാണ്. നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ അതിന്റെ ബാസ്നെറ്റാണ് ഇത്. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബാഗിലാക്കി നമുക്ക് കുറച്ച് കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. നാട്ടിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ. തൽക്കാലം എന്തൊരു ട്രയലായിട്ട് നമ്മൾ പ്രദുവിൻ്റെയും ഗീതുവിൻ്റെയും അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവൻ്റെ ശീലങ്ങളൊന്നും മാറ്റണ്ട, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ നാട്ടിൽ വരുമ്പോഴേ ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എത്താനാകുമ്പോഴേക്ക് ആമസോണിനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ബാസ്നെറ്റ് നാട്ടിൽ ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് നമ്മളിപ്പോൾ പ്രദുവിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയപ്പോൾ വളരെ ഈസിയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബാസ്നെറ്റ് ഒരു 6 മാസം 8 മാസം വരെയൊക്കെയാണ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ക്രിബിലോട്ട് മാറേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വലുപ്പമാക്കി ഈ ഒരു ബാസ്നെറ്റ് തന്നെ നാട്ടിൽ കൊണ്ടുപോകാന്നാട്ടോ നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അമ്മു ചേച്ചിയൊക്കെ പറയായിരുന്നു നമ്മൾ ബാസ്നെറ്റിൽ കിടക്കുന്നത് മാറുക, അതേപോലെ തന്നെ കാർ സീറ്റിലിരിക്കുന്ന ഒഴിവാക്കുക. ഈ ശീലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബാസ്നെറ്റും അതേപോലെ തന്നെ കാർ സീറ്റ് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ ഡിസൈഡ് ചെയ്തത്. ഇവന്റെ ബാഗ് പാക്ക് ചെയ്യട്ടെ കേട്ടോ. മുന്നത്തെ പോലെ എളുപ്പത്തിൽ നമുക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഒരുപാട് സാധനം നമുക്ക് എടുക്കാണ്ടായിരിക്കും. ഇവിടെ കിടന്നിട്ടുള്ള എന്താ പറയാ പേഷ്യൻസ് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവൻ എടുക്കുന്ന സമയം ആവുമ്പോഴേക്ക് നമുക്കിത് പാക്ക് ചെയ്യാം. യുവി, നമ്മളിത് ഗീമുവിന്റെ വീട്ടിൽ പോവാണ്. ഗീതുവിനെ ഗീതുവിനെ വിളിക്കണം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഉവി നമ്മളിന്ന് ഗീമുവിന്റെ വീട്ടിൽ പോവാണ്. ഗീമുവിന്റെ വീട്ടിൽ നമ്മളിന്ന് ലുഷിയർ രാത്രിക്ക് തൊട്ടടുത്ത വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മൾ. പിന്നെ കയ്യും വീശി ഇറങ്ങി പോയിരുന്ന അറിയോ? ഇവയ്ക്ക് അറിയോ അത്? ഞങ്ങൾ കയ്യും വീശിട്ടാ പോയിരുന്ന. ഇപ്പൊ 2 കയ്യിലും സാധനം തികയില്ല. മെയിൻ സാധനം മറന്നു. ഞാൻ റെഡി ആയിട്ടോ. ഇത് എനിക്ക് ജിമ്മിൽ പോകാൻ മോട്ടിവേഷന് വേണ്ടി ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ജിം ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയോ എന്നെ കുത്തി കൊള്ളിച്ചതാണ്. നമുക്ക് കുറച്ചധികം പണിയെടുക്കാനുണ്ട്. അപ്പോൾ മെല്ലെ തിന്നാൽ പനയും തിന്നാം. അപ്പോൾ തിന്ന് തുടങ്ങിയിട്ടുണ്ട്, പറ തിന്നാൻ പറ്റുമായിരിക്കും.
സാധനങ്ങൾ എടുത്താലും തീരലില്ല. ഇവൻ്റെ ഈ പ്ലേ മാറ്റ് എടുക്കണം, അല്ലെങ്കിൽ അവനെ അവിടെ പോയി കിടക്കാൻ സ്ഥലം ഉണ്ടായിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഇറങ്ങുകയാണ്. വിഷ്ണുവിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ഇത്രയും സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ മിനിമം ഒരു 4-5 ദിവസം നിൽക്കാനുള്ള പ്ലാനിൽ വേണം നമ്മൾ പോകാൻ. ഒരു നൈറ്റ് ഒന്നും മുതലാവില്ല. നമ്മുടെ വീടിൽ നിന്ന് ഒരു 10 മിനിറ്റ് പ്രദുവിൻ്റെ വീടുള്ളൂ. അതുകൊണ്ട് ദേ നമ്മൾ എത്തി. പ്രദുവിന് അമ്മാവൻ എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അമ്മാവനും ഗീമും ഓരോരുത്തരും ഓരോ പേരാ. ഇവന് മര്യാദയ്ക്ക് ആരും വിളിക്കാല്ല, എല്ലാവർക്കും ഓരോരോ പേരാ. അതെ, ഗീമുന്റെ വീട്ടിലാണ് ആദ്യത്തെ ലുഷീറിനോ ആദ്യമായിട്ട് വീട് വിട്ട് താമസിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുറച്ച് കളേഴ്സ് കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചിത്രത്തിലാണ് എന്റെ കണ്ണു മുഴുവൻ. ഇത് ഇല്ലാത്ത കളർ ഏതാന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. വെള്ളിയുണ്ട് മുകളില്, എല്ലാം ഉണ്ട്. ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഞാനൊന്നും ചെയ്യാൻ തോന്നുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, യു നോ. ഞങ്ങൾക്ക് തണുക്കും. പ്രദുവിന്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞിട്ട് വേണം ജിമ്മിൽ പോവാൻ. ഞങ്ങൾ ഫിറ്റ്നസ് ഫ്രീക്സ് ജിമ്മിൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ. 10 അല്ല, ഞങ്ങൾ 1/2 മണിക്കൂർ ചെയ്യും. 1/2 മണിക്കൂർ. യെസ്, ഓക്കെ. അതെ, അത്ര ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ടിങ് ആണ്. അയ്യോ, ഹെഡ്സെറ്റ് എടുത്ത്. നമ്മളിപ്പോ ഈ പോണ സമയല്ലേ, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ജിമ്മിൽ തിരക്കുള്ള സമയം. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞ് അതൊക്കെ ചെറുതായിട്ടൊന്ന് ഡൈജസ്റ്റ് ആയി ജിമ്മിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജിമ്മാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ. ബേസിക് ഫിറ്റ് തന്നെയാണ്. നമ്മുടെ QR കോഡ് വെച്ചിട്ട് എല്ലാ ബേസിക് ഫിറ്റിലും, ഈവൻ നമ്മുടെ കൺട്രിക്ക് പുറത്തുള്ള ബേസിക് ഫിറ്റിൽ വരെ നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞാൻ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഡെയിലി ഒന്നും ചെയ്യാറില്ല കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം, കൂടിപ്പോയാൽ 4 ദിവസം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ചെയ്തത്. അതും അങ്ങനെ ഇൻറ്റൻസ് വർക്കൗട്ടൊന്നും അല്ല കേട്ടോ. ചെറുതായി ശരീരമൊക്കെ ഒന്ന് അനങ്ങുന്ന രീതിയിലുള്ള കാർഡിയോ, അതായത് ത്രെഡ്മില്ല് നടക്കുക, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അതൊക്കെ ഒരു 1/2-3/4 മണിക്കൂർ ഒരു ദിവസം ചെയ്യുക, ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് വയറ് കുറച്ചതെന്ന്. ഞാൻ വയറൊട്ടും കുറച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ നോർമൽ വെയിറ്റിനേക്കാളും ഇപ്പം 10-11 കിലോ കൂടുതലാണ് കേട്ടോ. എനിക്കിവിടെ ഡോക്ടറിനായിട്ട് ഒരു 8 വീക്സിലെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവരിനി ചെറുതായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ബോഡി അനങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഒരു 3 മന്ത്സ് റെസ്റ്റ് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ ബോഡി എങ്ങനെ ഹീൽ ചെയ്യുന്നു, ഓരോരുത്തരുടെ പ്രിഫറൻസ് എന്താണ്, അതിനൊക്കെ അനുസരിച്ച് വേണം വീണ്ടും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പുതി മാറി കൊതിയും തീർന്നു, അങ്ങനെ പറയില്ലേ? അയ്യാതെ കളിക്കാണോ? ജിമ്മ് പോയിട്ട് എന്ത് ചെയ്തു തോന്നാ? രണ്ട് ഭരതനാട്യം പഠിച്ചു. ഓ വയ്യാട്ടോ, മുന്നത്തെ പോലെ ഒന്നും അല്ല. ശരീരം അനങ്ങുമ്പോ നല്ലോണം അറിയുന്നുണ്ട്. ആ ഒരു ഫ്ലോ ഒക്കെ അങ്ങോട്ട് കാർഡിയോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മുന്നത്തെ പോലെ ഒന്നും അല്ല. നമ്മള് മുന്നേ ഈസി ആയിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പൊ പുഷ് ചെയ്തിട്ട് വരും, അങ്ങോട്ട് എത്തുന്നില്ല. നിന്നെ പുഷ് ചെയ്തോണ്ടാ ഞാൻ അങ്ങനെ ഏതറിയോ? പുഷ് ചെയ്തിട്ടില്ല. പുഷ് ചെയ്യേണ്ട അവസ്ഥയ്ക്ക് ഒന്നും എത്തിച്ചില്ല. ഓ അറ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടം. നല്ല ചിരിയുണ്ട്, പിന്നെ ചവിട്ടും. ഞാനൊന്ന് സ്റ്റെപ്പൊന്നും കയറാൻ വയ്യാട്ടോ. കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴെ പോട്ടെ. ഇന്നൊക്കെ ഷഡേ എന്ന് പറയണ പോലെ ഉറങ്ങുന്നുണ്ടായിരിക്കും. ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ഒരു 3/4 മണിക്കൂറേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു സ്ലോലി നമ്മൾ മുന്നത്തെ സ്ഥലത്തേക്ക് എത്താൻ തന്നെ എനിക്ക് കുറച്ചധികം കാലം എടുക്കുമെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, അതന്നെ ഒരു നല്ല കാലം. ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വരും. കുറച്ചൊക്കെ റുട്ടീൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു തോട്ടൊക്കെ എൻ്റെ മൈൻഡിൽ കൂടുതൽ വരും. അപ്പം ഞാൻ കുളിച്ചിട്ട് നല്ലോണം ശരീരമൊക്കെ ആണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ഒരു കുളിയും കൂടെ കുളിച്ചാണ്ടല്ലോ ഉറക്കം എവിടുന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. താഴെ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ 6 മിനിറ്റ് ഡയറിയും കൂടെ എഴുതാട്ടോ.
കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ എനിക്ക് ഈ ഒരു 6 മിനിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നും ഒരു എക്സ്ക്യൂസും ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു 6 മിനിറ്റ് ഇത് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഇപ്പം ഞാൻ ചെയ്യാറുണ്ട്. അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നും കൂടെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലോ, എനിക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ഗുഡ് ഫീലിംഗും കൂടെ എനിക്ക് തോന്നാറുണ്ട്. ഇത് അവനല്ല കളിക്കുന്നത്, പ്രതോ കളിക്കുന്നത്. ഇത് 1.5 മണിക്കൂറായിട്ട് പുള്ളി അവിടെ തറയിലാണ്. കാരണം അവന്റെ ചുറ്റുമുള്ള ആൾക്കാർ അറ്റൻഷൻ ഫുള്ള്. ഞാനും വിഷ്ണു 1 മണിക്കൂർ എടുത്തില്ല. ഞങ്ങളും വിഷ്ണു വർത്താനം പറയുന്നത് സൈഡിലുണ്ട് ആള്. അത് മതി. അപ്പൊ ഇപ്പൊ അവനറിയില്ലല്ലോ അവന്റെ അടുത്തല്ല ഇത് സംസാരിക്കുന്നത്. അവനെ കളിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. വേണ്ട, പക്ഷെ വർത്താനം പറയില്ല. പുള്ളി വിചാരിക്കുന്നത് പുള്ളിയുടെ അടുത്ത് ഇക്രത്തിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം. ഇവിടെ GGDന്ന് നമുക്കൊരു ഗ്രോത്ത് ഗൈഡ് പോലെ ഒരു ബുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ വായിക്കുകയായിരുന്നു. ഒരു 3 മാസം, ഒരു 2.5 മാസമൊക്കെ കഴിയുമ്പോൾ പിള്ളേർ ഭയങ്കരമായിട്ട് കയ്യും കാലും ഇങ്ങനെയായിട്ട് അടിച്ച് കളിക്കില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. കാരണം അവർ കമിഴാൻ വേണ്ടിയും അതേപോലെ തന്നെ മുട്ടുകുത്താൻ വേണ്ടിയൊക്കെ കയ്യും കാലും പ്രിപ്പയർ ചെയ്യും, മസിൽ കുറച്ച് മൂവ് ചെയ്യുന്നൊക്കെയാണ് അത് എന്ന്. വളരെ കാര്യമായിട്ട് നമ്മൾ ബാസ്നെറ്റ് എല്ലാം എടുത്തിരുന്നെങ്കിലും അതിൻ്റെ അടിയിൽ ജോയിൻ ചെയ്യാനുള്ളൊരു സ്റ്റിക്ക് ഉണ്ട്, അത് നമ്മൾ എടുക്കാൻ മറന്നു. അതുകൊണ്ട് വിഷ്ണുവും പ്രതുവും കൂടെ വീണ്ടും നമ്മുടെ വീട് വരെ പോവുകയാണ് ആ ഒരു പോർഷൻ എടുക്കാൻ. അതില്ലാതെ ഇത് സ്റ്റേബിൾ ആവില്ല. യുവിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം നല്ലോണം കൂടുതൽ കളിക്കും ചെയ്തിരിക്കുന്നു. പിന്നെ ഇന്ന് കുറച്ചധികം ലേറ്റായി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ല ടയർഡാണ്. കിടത്തി കഴിഞ്ഞ് ഒരു പാട്ടും വെച്ച് 2 കൊട്ടി പോക്കി ഉറങ്ങി. ഇനി ഉണ്ടാവുന്നത് നോർമൽ വീക്കെൻഡിലെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഈവനിങ് വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ഇത്രയും കുറച്ച് പഴക്കമുള്ള ക്രിക്കറ്റ് എന്തിനാണ് നമ്മളിപ്പോൾ ഇടുന്ന കാണുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വിഷ്ണുവിൻ്റെ കയ്യിലാണ് റിമോട്ട്, അതുകൊണ്ട് ഇതാണ് TV വന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ടാറ്റാ.